ഹായ് ഹലോ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെളുത്തുള്ളി വളരെ ഈസിയായി തൊലിച്ചെടുക്കാൻ പറ്റുന്ന 3 ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് വെളുത്തുള്ളി ഇങ്ങനെ ഓരോന്നാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരല്ലി എടുത്തിട്ട് ഇങ്ങനെ അതിനുശേഷം ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. ഇനി അരിഞ്ഞു കൊടുക്കാതെയും എടുക്കാം കേട്ടോ. അരിഞ്ഞു കൊടുത്താൽ ഒന്നും കൂടെ ഈസിയാവും. അരിയാതാവുമ്പോഴും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് റെസ്റ്റ് ചെയ്യാം. കുറച്ച് നേരം അത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തൊലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും അതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. അത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്നാക്കി ഇങ്ങനെ അടർത്തി ഇടുക. അപ്പോൾ എന്തായാലും നമ്മുടെ അടുക്കളയിൽ എന്തായാലും ഇങ്ങനെ വെളുത്തുള്ളി അത്യാവശ്യമാണല്ലോ. പിന്നെ ഒരുപാട് വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അച്ചാറുണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ആണെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1-2 വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു കുറച്ച് നേരം ഒന്ന് എന്ത് ചെയ്യുക, വെയിലൊള്ളിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെയിലൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതും തൊലിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ അതും കിട്ടും. അപ്പോൾ ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്യുക. ഇപ്പം നല്ല ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണ്ട, അത് അത്യാവശ്യം ഒരു വലുപ്പത്തിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങനെ ചെയ്ത് വെക്കാം. ഈ 3 രീതിയിലും ഏതാണോ നിങ്ങൾക്ക് ഈസി എന്ന് പറയുന്നത് അത് ചെയ്ത് നോക്കാം കേട്ടോ കൂടുതലും. അപ്പം ഇതുപോലെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ടേ. കുറച്ച് അരിപ്പൊടി, അത് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് കൈ കൊണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്യാം. ശേഷം അതൊരു പാത്രത്തിലിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള 3 മെത്തേഡാണ്. ഇത് 3ഉം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയും ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.